ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കഥകളായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ലോട്ടറി അടിച്ചതാണ് എന്ന് ഭദ്രനും വിലാസിനെയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിന് അതല്ല എന്ന് മനസ്സിലായിട്ടോ. നിങ്ങൾ കള്ളം പറയുന്നതാണെങ്കിൽ നിങ്ങളുടെ നമ്പർ 1 ശത്രു ഞാനായിരിക്കും. ഇന്നലെ നിങ്ങൾ എന്നെ ഒപ്പിടിപ്പിക്കാൻ ശ്രമിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒപ്പിട്ടില്ല. എന്തെങ്കിലും പ്രശ്നവുമായിട്ടാണ് നിങ്ങൾ എൻ്റെ പേരിലാണ് ഈ പൈസ നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ, പ്രത്യേകിച്ച് രാധികാമ്മയുടെയും വരുണിൻ്റെയും കയ്യിൽ നിന്ന് അങ്ങനെ വല്ലതും ആണെങ്കിൽ, എന്നെ പണയം വെച്ച കാശാണെങ്കിൽ നോക്കിക്കോ, പുറത്തേക്കുന്ന ബോഡി ഗാർഡ്സ് പോരാ നിങ്ങളെ നേരെയാക്കാനായിട്ട്, നിങ്ങളെ രക്ഷിക്കാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ സഹതാപം കൊണ്ടോ ആരെങ്കിലും ഇത്തിരി പണം തന്ന് സഹായിച്ചാൽ മോൾ എന്തിനാ മോളെ എതിർക്കുന്നത് എന്നൊക്കെ ചോദിച്ചു നമ്മുടെ വിലാസിനെ. അപ്പോഴേക്കും നമ്മുടെ ഗീതു പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സും എനിക്കറിയാം, അതിൻ്റെ കാരണം വെറുതെ അവർ തരത്തില്ല എന്ന് എനിക്കറിയാലോ. അപ്പോഴേക്കും നമ്മുടെ വാത്തിനാണ് അന്തം വിട്ട് ഈശ്വരാ പിടിച്ചു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അതിന് പിന്നിൽ അവർക്ക് മറ്റെന്തോ ഗൂഢമായൊരു ലക്ഷ്യം തന്നെയുണ്ട്. സത്യം പറ, രാധികാമ്മ വരണു അല്ലേ ക്യാഷ് തന്നത്? എന്തിനാ തന്നത്? ഞങ്ങൾ ആരുടെ ഒന്നും മേടിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ പണം കിട്ടിയത്? അത് ലോട്ടറി അടിച്ചാവും, അല്ലെങ്കിൽ ചിലപ്പോൾ വഴി കിടന്ന് കിട്ടിയതാകും. എന്തായാലും നീ അതറിയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ഗീതു പറഞ്ഞു, പിന്നെ അതെന്നെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ അതെനിക്ക് അറിയുക തന്നെ വേണം. അപ്പം വിലാസി പറഞ്ഞു, പിന്നെ നിന്നെ ബാധിക്കൊന്നുമില്ല, ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാനായിട്ട് വന്നോളും. ഞങ്ങൾക്ക് എവിടെ നിന്നാണ് പൈസ കിട്ടിയെന്ന് അറിയാനേ മനസ്സില്ല, നീ പോയി കണ്ടുപിടിക്കുക. ഞാൻ കണ്ടുപിടിക്കും. നിങ്ങൾ പറഞ്ഞതൊക്കെ നുണയാണെന്ന് അറിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരു വരവ് കൂടി ഇങ്ങോട്ടേക്ക് വരും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതു ഒരൊറ്റ പോക്ക്. ഇത് ഇവള് നമ്മുടെ തന്നെയാടി വിലാസിനി എന്നും പറഞ്ഞ് നമ്മുടെ ഭദ്രൻ, ഈശ്വരാ ഇവള് രാധികാമ്മയോട് ചെന്ന് ചോദിച്ചാൽ നമ്മളിട്ടത് കള്ളയോട്ടാണെന്ന് തെളിയത്തില്ലേ? എന്നാൽ ഇവള് വരുന്നതിന് മുമ്പ് രാധികാമ്മ ഗുണ്ടകളുമായിട്ട് വരും. പേടി കൊണ്ടല്ലേ നമ്മൾ ബോഡി ഗാർഡ്സിന് നിർത്തിയത്. രാധികാമ്മയ്ക്ക് മുമ്പിൽ അവന്മാർ വരയ്ക്കാതെ നിൽക്കുമോ? അജാസ് എന്ന് പറയുന്ന കോട്ടിട്ട ഗുണ്ട, അവനെ ഒട്ടും ശരിയില്ല. അവൻ എന്നെ ഒറ്റയടിക്ക് പഞ്ചഭൂതങ്ങളെ കാണിച്ചവനാ ഇനിയും കാണിക്കും എന്നും പറഞ്ഞ് നമ്മുടെ ഭദ്രൻ, നമുക്ക് മുങ്ങേണ്ടി വരുമോ? മിക്കവാറും നമുക്ക് മുങ്ങേണ്ടി വരും എന്ന് വിലാസിനെയും ഭദ്രനും കൂടി ഇങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരുന്ന് താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോഴേക്കും ഗീതു പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ പ്രിയ വന്നിട്ട്, ചേച്ചി എന്താ വേഗം പോണത്? എന്തെങ്കിലും കഴിച്ചിട്ട് പോ. ഓഫീസിൽ കുറച്ച് ബിസിനസ് ടേക്ക് ഓവറിൻ്റെ പേപ്പേഴ്സ് ഒക്കെ നോക്കാനുണ്ട്, ഇപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ താമസിക്കും, ഞാൻ പിന്നെ ഒരു ദിവസം വരാം. അപ്പോഴേക്കും പ്രിയ ചോദിച്ചു, അല്ല പെട്ടെന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഈ മാറ്റമൊന്നും ചോദിച്ചില്ലേ? ചോദിച്ചാൽ സത്യം പറയത്തില്ലല്ലോ. വളഞ്ഞ വഴിയിലൂടെ അച്ഛൻ്റെ കയ്യിൽ നല്ലൊരു തുക എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴേക്കും പ്രിയ ചോദിച്ചു, അവർക്ക് എവിടെ നിന്ന് പണം കിട്ടാനാ? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്, അവർക്ക് എവിടെ നിന്ന് പണം കിട്ടാനാ? ഒരു കാര്യം ചെയ്യുക, നീ അവരെ രഹസ്യമായിട്ട് വാച്ച് ചെയ്യുക. ഇവരെന്ത് തരികടയാണ് നടത്തിയത് എന്ന് ഒരു സൂചന കിട്ടിയാൽ നീ എന്നെ വിളിക്കുക, ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രിയ അവിടെ നിൽക്കുകയാണ്. നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് ഇറങ്ങി വണ്ടി എടുത്ത് പോകാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയത്താണ് ഗീതു പോകാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിനൊരു കോൾ വരികയാണ്. കൗൺസിലറാണ് വിളിക്കുന്നത്. ഗീതാഞ്ജലി അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേ മെമ്പറെ എന്ന് ഗീതു പറഞ്ഞു. വിജയലക്ഷ്മി മാഡത്തിൻ്റെ പേപ്പേഴ്സൊക്കെ ശരിയായിട്ടുണ്ട് വില്ലേജ് ഓഫീസിലെ. അപ്പോഴേക്കും ഗീതി ചോദിച്ചാൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടല്ലേ? ഇതൊക്കെ പൊതുജീവന സേവനത്തിൻ്റെ ഭാഗമല്ലേ? എന്തായാലും ഇത് കാര്യമൊക്കെ സാധിച്ചല്ലോ. ഗീതാഞ്ജലി ഇടപെട്ടോണ്ടാവും താലൂക്കിൽ നിന്നും വില്ലേജിൽ നിന്നുമൊക്കെ നടപടികളൊക്കെ പൂർത്തിയാക്കി കരമടയ്ക്കാൻ പറ്റിയത്. അപ്പോഴേക്കും നമ്മുടെ ഗീതു ഓർക്കുക, എന്നിട്ട് വില്ലേജ് ഓഫീസർ എന്താ പോലും എന്നെ വിളിക്കാതിരുന്നത്? അപ്പോഴേക്കും കൗൺസിലർ ഹലോ നോക്കിയാൽ പറഞ്ഞ മെമ്പറല്ല കൗൺസിലറാ. അറിയാതെ മെമ്പറിനാ നാവിൽ വന്നത് എന്ന് ഗീതു പറഞ്ഞു. അല്ല, നാളെയാണ് വിജയലക്ഷ്മി മാം ആ വീട്ടിലേക്ക് താമസത്തിന് എത്തുന്നത്. അപ്പോൾ ഗീതു ചോദിച്ചു, നാളെ വ്യാഴാഴ്ചയല്ലേ? വ്യാഴാഴ്ച നല്ല ദിവസമാണല്ലോ. അതെ വ്യാഴാഴ്ച നല്ല ദിവസം. 16 വർഷം പല പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിക്കിടന്ന കേസ് കേട്ടല്ലേ ഇപ്പോൾ ക്ലിയർ ആയത്. ഇപ്പോൾ വിജയലക്ഷ്മി മാഡത്തിന് അവകാശത്തോടെ ചെമ്പകശ്ശേരി തറവാട്ടിലേക്ക് താമസിക്കാൻ സാധിക്കുമല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും കൗൺസിലർ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതു ആലോചിക്കുക, ശരിയാ, ചെമ്പകശ്ശേരി തറവാട്. കൗൺസിലർ ശരി, കൗൺസിലർ നമുക്ക് അവിടെ വെച്ച് കാണാം. അല്ല, വിജയലക്ഷ്മി മാഡത്തോട് എന്നെ വിളിച്ച കാര്യമൊന്നും പറയരുത് കേട്ടോ. ഞാൻ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ വിളിച്ച് പറഞ്ഞതാ. അപ്പം നാളെ നമുക്ക് ചെമ്പകശ്ശേരി വെച്ച് കാണാം.
എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാം കേട്ടോ. അപ്പം മാഡം നാളെയാണ് തറവാട്ടിലേക്ക് താമസം മാറുന്നത്, വ്യാഴാഴ്ച. അതാണ് സർപ്രൈസ്. പക്ഷേ തറവാട്ടിലേക്ക് താമസം മാറുന്ന കാര്യം എന്നോടെന്താ മാഡം പറയാതിരിക്കുന്നത്? അതിന് പിന്നിൽ എന്തോ കാരണമുണ്ടല്ലോ. എന്തെങ്കിലും കാര്യം ഉണ്ടാവും, കാര്യമില്ലാതില്ല എന്നൊക്കെ ഗീതു ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. കിഷോറും അപർണയ്ക്കും ഓഫീസിലേക്ക് എത്താനായിട്ട് ഇനിയും സമയമെടുക്കും. അതിനു മുമ്പ് വിജയലക്ഷ്മി മാഡത്തിൻ്റെ ഭൂതകാലം കണ്ടുപിടിക്കാനായിട്ട് ഒരു ശ്രമം കൂടി നടത്തിയാലോ എന്നൊക്കെ നമ്മുടെ ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പ്രിയ വന്ന് ചോദിച്ചു, എൻ്റെ ചേച്ചി ഒന്നുമില്ല, പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീതു വണ്ടി എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. ഗീതു നേരെ പോയത് വില്ലേജ് ഓഫീസിലേക്ക് തന്നെയാണ്. വില്ലേജ് ഓഫീസിൽ ചെന്ന് വില്ലേജ് ഓഫീസറെ കാണാം. ഇതാണ് ഗീതുവിൻ്റെ ലക്ഷ്യം. ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ രാധികാമ്മ പത്രമൊക്കെ വായിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഗോവിന്ദ് പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങി വരികയാണ് ഓഫീസിലേക്ക് പോകാനായിട്ട്. കണ്ണാ, ഇന്നലെ നീ നമ്മുടെ റിസോർട്ടിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പോയത്? അപ്പോഴേക്കും ഗോവിന്ദ് പറയാതെ ബബ്ബ വയ്ക്കും കേട്ടോ. ഞാൻ എവിടെ പോകാനാ? പോയി എന്നാരാ പറഞ്ഞത്? അല്ല, വാഷ്റൂമിൽ പോയിട്ട് വന്നപ്പോൾ നിന്നെ കണ്ടില്ല എന്ന് അജാസ് പറഞ്ഞു. നീ എവിടെയായിരുന്നു? തിരിച്ച് നീ ഇവിടെ വരുമ്പോൾ നീ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മദ്യപിക്കാൻ വേണ്ടി നീ ഇത് എവിടെയാണ് പോയത്? നീ ആരെ കാണാനാ പോയത്? അങ്ങനെ 100 ചോദ്യങ്ങൾ നമ്മുടെ രാധികയുടെ ഭാഗത്ത് നിന്ന്. അപ്പോഴേക്കും നമ്മുടെ ഇവളിങ്ങനെ ആലോചിക്കുകയാണ്, നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ആലോചിക്കുകയാണ് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അമ്മയ്ക്ക് സങ്കടമാവും. ഞാൻ അവരെ പോയി കണ്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സങ്കടമാവും. അതുകൊണ്ട് പറയണ്ട എന്നിങ്ങനെ തീരുമാനിക്കുകയാണ്. അപ്പോഴേക്കും രാധികാമ്മ ചോദിച്ചു, ഞാൻ അറിയാത്ത എന്ത് രഹസ്യ കണ്ണ നിനക്കുള്ളത്? അത് ഇന്നലെ രാത്രി എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. നിൻ്റെ പേഴ്സണൽ സെക്രട്ടറി അറിയാതെ എന്ത് മീറ്റിംഗാണ് നിനക്കുള്ളത്? ഇത് പെട്ടെന്ന് കൊടുത്തൊരു അപ്പോയിൻമെൻറ്റ്, അതുകൊണ്ട് പ്രോഗ്രാം ചാർട്ടിൽ ഉണ്ടാവില്ല അമ്മ എന്ന് പറഞ്ഞ് നമ്മുടെ ഗോവിന്ദ് ഉഴപ്പാൻ നോക്കുകയാണ്. അതായത് പറയാതിരിക്കാൻ നോക്കുകയാണ്. എന്നിട്ട് നിൻ്റെ മീറ്റിംഗ് സക്സസ് ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്ക് എപ്പോഴും ഉള്ളപ്പോൾ എൻ്റെ ഏതെങ്കിലും കാര്യത്തിൽ എനിക്ക് പരാജയം ഉണ്ടാവുമോ? അതുകൊണ്ട് ആ മീറ്റിങ്ങും സക്സസ് ആയിരുന്നു. പക്ഷേ ആ ഒരു മീറ്റിംഗ് കൊണ്ടൊന്നും പൂർത്തിയാകത്തില്ല ആ ഒരു ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തിയാകണമെങ്കിൽ കുറച്ചധികം മീറ്റിങ്ങുകൾ വേണം, ഫൈനൽ ഒരു ഡിസിഷൻ വേണം, ചിലതൊക്കെ അറിയാനുണ്ട്, ചിലതൊക്കെ തീരുമാനിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാധികാമ്മ ഞെട്ടുകയാണ് കേട്ടോ. എന്തായാലും ഇത് പറഞ്ഞ് നമ്മുടെ ഗോവിന്ദ് അങ്ങോട്ട് പോയി. വിജയലക്ഷ്മിയെ കാണാൻ പോയ കാര്യം കണ്ണൻ എന്തിനാ എന്നോട് മറയ്ക്കുന്നത്? അവർ തമ്മിൽ എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? വിജയലക്ഷ്മിയും ഗീതുവും ചേർന്നിട്ട് കണ്ണനെ എന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടാണോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ രാധിക ഇങ്ങനെ മനസ്സിലോർക്കുകയാണ്. ഇല്ല, വിട്ടുകൊടുക്കില്ല, ഞാൻ എൻ്റെ കണ്ണനെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് രാധിക കണ്ണൊക്കെ ഇങ്ങനെ മുഴുപ്പിച്ച് വെച്ചിട്ട്, രാധിക നമുക്കറിയാലോ കണ്ണനെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഗീതു വില്ലേജ് ഓഫീസിലെത്തിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസിലെത്തി ഗീതുവിനെ കണ്ടപ്പോൾ തന്നെ അയാളൊന്ന് പരുങ്ങാണ് കേട്ടോ. അയാൾ ഗീതുവിനെ മൈൻഡ് ചെയ്യാതിരിക്കുക. ഗീതു അകത്തേക്ക് ചെന്നു. അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അകത്തേക്ക് ചെന്നിട്ട് ഗീതു പറഞ്ഞു, സാറ് വിളിക്കുന്നു കരുതിയിട്ടാണ് ഞാൻ സാറിനെ ബുദ്ധിമുട്ടിക്കാതിരുന്നത്. ജനകീയ സദസ്സിൻ്റെ ഭാഗമായി കിട്ടിയ പരാതികൾക്ക് മറുപടി കൊടുക്കണമെന്ന് മന്ത്രിയുടെ പ്രത്യേക ഓർഡറാണ്. ഞാൻ അതിൻ്റെ തിരക്കിലായിപ്പോയി. അപ്പോൾ ഗീതു ചോദിച്ചു, അല്ല, ഞാൻ ആവശ്യപ്പെട്ട ഡോക്യുമെൻറ്റിൻ്റെ കോപ്പി തരാനായിട്ട് സെക്ഷൻ ക്ലർക്ക് വന്നാൽ മതിയെന്ന് സാറല്ലേ പറഞ്ഞത്? അയാൾ ഇതുവരെ എത്തിയില്ലേ? അപ്പോൾ അയാളുടെ വൈഫിന് ഒരു ഓപ്പറേഷൻ ഉണ്ട്, അതുകൊണ്ട് അയാൾ 1 മാസത്തേക്ക് ലീവ് നീട്ടിയിട്ടുണ്ട്. പബ്ലിക് സർവീസ് കിട്ടേണ്ട ഒരു സർക്കാർ ഓഫീസ് ഒരു ഉദ്യോഗസ്ഥൻ ലീവ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സെക്ഷനിൽ ഒരു ഫയലും അനങ്ങത്തില്ലേ? മാഡം സർക്കാരിനെ മര്യാദ പഠിപ്പിക്കാൻ വന്നതാണോ എന്ന് വില്ലേജ് ഓഫീസർ ചോദിച്ചു. പൊതുജനങ്ങളോട് ഒരു മര്യാദയും കാണിക്കാത്ത ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കാണാമെന്ന് കരുതി തന്നെ വന്നതാ. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ. അപ്പോഴേക്കും ഗീതു പറഞ്ഞു, അതെ, നിങ്ങളുടെ തോന്നല, നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കണം, നിങ്ങളെ വീട്ടിലിരുത്തണം എന്ന് തീരുമാനിച്ച് ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും വില്ലേജ് ഓഫീസർ പറഞ്ഞു, ദേ ഇവിടെ കയറി വന്ന് ഞങ്ങൾ ന്യായം പഠിപ്പിക്കണോ? സാറെന്തിനാ സാറ് ചൂടാവുന്നേ? അതിൻ്റെ ആവശ്യം എന്താ? സാറ് അഴിമതിരഹിത ഉദ്യോഗസ്ഥനല്ലേ? ഈ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തേണ്ടത് സാറിൻ്റെ ഉത്തരവാദിത്തമല്ലേ? അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ഒരു സെക്ഷനിൽ ആളില്ലെങ്കിൽ പകരം മറ്റൊരാൾക്ക് അവിടെ ഡ്യൂട്ടി കൊടുക്കണ്ടേ? അല്ല, നിങ്ങളെന്നെ ചട്ടം ന്യായം പഠിപ്പിക്കാൻ വന്നതാണോ? സെക്ഷനിൽ പകരം ആളെത്താതെ ഒരു കാരണവശാലും ഒരു ഫയൽ നീങ്ങില്ല.
അപ്പോൾ സാർ ആർക്ക് വേണ്ടിയിട്ട് ഈ കള്ളം പറയുന്നത്? വിജയലക്ഷ്മി മാമിൻ്റെ പ്രോപ്പർട്ടിയുടെ പേപ്പറുകളെല്ലാം ക്ലിയറായി ഇവിടെ എത്തിയെന്നും കരം അടച്ചുവെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എനിക്ക് അവരുടെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസും ആ വസ്തു ആരിൽ നിന്നാണ് കിട്ടിയത് ഇത് മാത്രം എനിക്കറിഞ്ഞാൽ മതി. സാറ് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് അതെനിക്ക് തരാനും പറ്റും. എനിക്ക് തരാൻ സമയമില്ല എന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസർ സമയം ഉണ്ടാക്കിയാൽ തന്നെ ഇവിടെ കയറി വന്ന് ഇത്രയും അഹങ്കാരത്തോടെ എന്നോട് സംസാരിച്ച തനിക്കത് തരാനായിട്ട് എനിക്ക് യാതൊരുവിധ ഉദ്ദേശവുമില്ല. ഇയാളൊരു കാര്യം ചെയ്യുക, വിവരാവകാശ നിയമപ്രകാരം ഒരപേക്ഷ വയ്ക്കും, ആ വഴി നോക്ക്. അപ്പോഴേക്കും ഗീതു പറഞ്ഞു, ആ വഴി സാർ എനിക്ക് പറഞ്ഞു തരാനൊന്നും വേണ്ട, അതായത് തെണ്ടി തിന്നാനുള്ള വഴി പറഞ്ഞു തരണ്ടാന്ന്. ഒരു വിവരാവകാശവും വെക്കാതെ തന്നെ എനിക്ക് അറിയാനുള്ളത് ഞാൻ അറിയും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതു അങ്ങോട്ട് പോവുക. ഗീതു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും രാധിക മാമിനെ വില്ലേജ് ഓഫീസർ വിളിക്കുക. രാധിക മാമിൻ്റെ മരുമകൾ ഇന്നിവിടെ വന്നിരുന്നു. അവൾ നേരത്തെ ചോദിച്ചിരുന്ന പല പേപ്പറുകളും വീണ്ടും ആവശ്യപ്പെട്ടു. എന്തെങ്കിലുമൊക്കെ കള്ളത്തരം പറഞ്ഞ് അവളെ അങ്ങോട്ട് ഒഴിവാക്കുക. ഒരു കാരണവശാലും അവൾക്ക് അതിൻ്റെ പേപ്പറുകളോ മറ്റു ഡീറ്റെയിൽസോ കൊടുക്കാൻ പാടില്ല, അവളുടെ കയ്യിൽ അതെത്താൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഞാനൊന്നും കൊടുത്തിട്ടില്ല, സെക്ഷൻ ക്ലർക്ക് 1 മാസമായിട്ട് ലീവിലാണെന്നൊക്കെ അറിയിച്ചിട്ട് ഞാൻ അവളെ ഒഴിവാക്കുക ചെയ്തത്. ഇനിയിപ്പോൾ അവൾ അന്വേഷിച്ചിങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഇല്ല, കാരണം ഞാൻ അവളോട് ദേഷ്യപ്പെട്ട് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത് എന്നൊക്കെ വില്ലേജ് ഓഫീസർ പറഞ്ഞ് നാക്കെടുത്ത് അകത്തേക്ക് ഇട്ടില്ല. അതേ മുന്നിൽ നിൽക്കണോ ഗീതു ഇതെല്ലാം കേട്ടിരുന്നു കേട്ടോ. ഫോൺ കട്ട് ചെയ്യാൻ പോലും പറ്റിയില്ല നമ്മുടെ വില്ലേജ് ഓഫീസർക്ക്. വില്ലേജ് ഓഫീസർ ആ ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതായത് മറുതലക്കൽ രാധികയുണ്ട് എന്നർത്ഥം. ഗീതു നേരെ ഇയാളുടെ മുന്നിലേക്ക് അങ്ങോട്ട് ചെന്നു. അതെ, ഞാൻ ഇറങ്ങുന്നതിന് പുറമെ സാറ് വിളിക്കേണ്ടവരെ വിളിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയായിരുന്നു. അതാരാണെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്ത് കാത്തു നിന്നത്. താങ്ക്സ് എന്ന് ഗീതു പറഞ്ഞു കേട്ടോ. ഇയാൾ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. ഇതൊക്കെ രാധികാമ്മ അവിടെ കേൾക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇയാളിരുന്ന് വെള്ളം വിഴുങ്ങുകയാണ്. എനിക്ക് ഈ ഓഫീസിൽ നിന്ന് കിട്ടേണ്ട വിവരങ്ങൾ ആരാണ് ഇത്രയും നാൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും രാധികാമ്മ വീണ്ടും ഞെട്ടി. അവൾ ഓരോന്നായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ്. ഈ കണക്കിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ കണക്കൂട്ടലും അവൾ തെറ്റിക്കും. അവളെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. അപ്പോഴേക്കും നമ്മുടെ ഗീതു പറയുകയാണ്, ഒരേ പൗരന് ആവശ്യപ്പെട്ടാൽ കിട്ടാവുന്ന നിയമപരമായ കാര്യങ്ങൾ തടഞ്ഞു വെച്ച വില്ലേജ് ഓഫീസറുടെ കാര്യം ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു തൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. സാറ് പറഞ്ഞതെല്ലാം ഇതിലുണ്ട്. സസ്പെൻഷൻ ലെറ്ററിന് വേണ്ടി സാർ കാത്തിരുന്നു കേട്ടോ. നമ്മുടെ വില്ലേജ് ഓഫീസർ പേടിച്ചരണ്ടിങ്ങനെ നിൽക്കുക. ഈ പെണ്ണ് എന്നും പറഞ്ഞ് നമ്മുടെ രാധികാമ്മയും. എന്തായാലും ഗീതു നല്ല മാസ് പെർഫോമൻസ് നടത്തിയിട്ട് അവിടെ നിന്ന് ആ ഒരു കിടിലൻ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുക കേട്ടോ. അതായത് അവിടെ നിന്ന് പോവാം. ഒരു നല്ല സ്ലോ മോഷനിലൊരു നടയൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും വില്ലേജ് ഓഫീസർ ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് രാധികയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്കൊന്നും വരില്ല, ഞാൻ നോക്കിക്കോളാം, അവളെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച കാര്യങ്ങൾ കൈവിട്ട് പോകും, അതിനു മുമ്പ് ഗീതുവിനെ ഇവിടെ നിന്ന് പുറത്താക്കണം, ഗീതുവിനെ പുറത്താക്കാൻ എന്താ വഴി എന്നൊക്കെ രാധിക ആലോചിക്കുകയാണ്. എന്നിട്ട് വക്കീലിനെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഒരു അർജൻറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യണം, എത്രയും പെട്ടെന്ന് കേസെടുക്കണം. വക്കീലിനോട്ടോ വിളിച്ച് പറയുന്നത്. ഗീതുവും ഗോവിന്ദും തമ്മിലുള്ള ഡിവോഴ്സ് കേസ് എത്രയും പെട്ടെന്ന് കോടതിയിൽ പരിഗണന എത്തണം. അതിനുവേണ്ടി എന്ത് ചിലവായാലും കുഴപ്പമില്ല. വക്കീൽ ഒരു കാര്യം ചെയ്യുക, കോടതിയിൽ ഒരു അർജൻറ്റ് പെറ്റീഷൻ കൊടുത്ത് ഗീതാഞ്ജലി സമനില തെറ്റി വയലൻ്റായി നടക്കുകയാണ്, എത്രയും പെട്ടെന്ന് ഗോവിന്ദന് ഡിവോഴ്സ് അനുവദിച്ച് കിട്ടണം എന്നതായിരിക്കണം ആ പെറ്റീഷനിൽ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ അടുത്ത മൂവ്. ഇതേ സമയം നമ്മുടെ അവർണികയും കിഷോറും കൂടി ഓഫീസിലെത്തി വെയിറ്റ് ചെയ്യുക കേട്ടോ. കുറേ നേരമായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞ് കിഷോർ. അപ്പം ഒന്ന് വെയിറ്റ് ചെയ്യുക, സ്വന്തം സ്ഥാപനം വിലയ്ക്ക് വാങ്ങിയവരോടൊപ്പം നിൽക്കാൻ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണും, അതിൻ്റെ ഇറിറ്റേഷനൊന്നും നീ ഇവിടെ കാണിക്കാനായിട്ട് നിൽക്കരുത്. അപ്പോൾ കിഷോർ പറഞ്ഞു, ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഈ അവഗണന അതെനിക്ക് സഹിക്കാൻ വയ്യ. അപ്പോൾ അവർക്ക് പറഞ്ഞു, ഡാഡി ഗോവിന്ദ് സാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നിൻ്റെ ജോയിൻറ്റ് റിപ്പോർട്ടൊക്കെ റെഡിയായി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും, അത് കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കിഷോർ ഇങ്ങനെ ആലോചിക്കുക, നേരിട്ട് കാണുമ്പോൾ എന്തായിരിക്കും പ്രതികരണം ഗോവിന്ദ് സാറിൻ്റെ, ഇവളുടെ മുന്നിൽ വെച്ച് എല്ലാം വെട്ടി തുറന്ന് ചോദിച്ചാൽ എൻ്റെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് കിഷോർ ഇങ്ങനെ ഇരിക്കുക. ഇതേ സമയം അവർണികയ്ക്ക് ഒരു കോള് വരികയാണ്. അവർണികയ്ക്ക് ആ കോളിലൂടെ അവർണികയ്ക്ക് പറയുന്നൊന്നും കേൾക്കാൻ പറ്റുന്നത് റേഞ്ച് ഇല്ലാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു എന്നും പറഞ്ഞിട്ട് അവർണിക അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. മറ്റൊന്നുമല്ല ഉദ്ദേശം, നമ്മുടെ കിഷോറിനും ഗീതുവിനും തനിച്ച് കിട്ടണം, അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ കോൾ വന്നത്.
അല്ലെങ്കിൽ റൈറ്ററുടെ ഉദ്ദേശം. എന്തായാലും നമ്മുടെ അവർണിക എഴുന്നേറ്റ് കോള് വിളിക്കാനായിട്ട് അങ്ങ് പോവാണ്. അപ്പോഴേക്കും കിഷോറിന് ചായ ആയിട്ട് ഒരു സ്റ്റാഫ് വന്നു. അപ്പോൾ എപ്പോഴാണ് ഗീതാഞ്ജലി മേഡം എത്തുന്നത്, എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും എത്തിയിട്ടില്ല, കാര്യമായിട്ട് എല്ലാ ദിവസവും മേഡം വരാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ സ്റ്റാഫ് അങ്ങ് പോവുക. ഓ ഭാഗ്യം, ഗീതാഞ്ജലി എത്തിയിട്ടില്ല, അവളുടെ മുഖം ഇന്ന് കാണണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ അവിടെ ഇരിക്കുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നേർക്ക് നേരെ കാണുന്നത് തന്നെയാണ് നല്ലത്. അപ്പോഴേക്കും അവളെ നേരിടാനുള്ള ഒരു തൻ്റെയിടമാകും. ഇതേ സമയം കറക്റ്റ് നമ്മുടെ ഗീതു എത്തിയിട്ടുണ്ട്. ഗീതു അവിടെ വന്ന് അകത്തേക്ക് കയറി വരികയാണ്. അവരുടെ ആരോടോ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കിഷോർ അവിടെ ഇരിക്കുകയാണ്. ഗീതു അകത്തേക്ക് കയറി വന്ന് ഈ ഒരു സ്റ്റാഫിനോട് എന്തോ സംസാരിച്ച് പാസ് ചെയ്യുന്ന വഴിക്ക് കിഷോർ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടു. എൻ്റെ പൊന്നെ ഗീതു, എൻ്റെ കണ്ണിൽ പക എരിഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് തുടർന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്, കാത്തിരിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സി യു അഗെയിൻ. താങ്ക് യു.